അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പ് അവസാനിച്ചു. വളരെ പെട്ടെന്ന് വേൾഡ് കപ്പ് അവസാനിച്ചപ്പോൾ തോന്നി. ഈ വേൾഡ് കപ്പ് എന്നൊക്കെ പറയുമ്പോഴേ 4 വർഷത്തിൽ ഒരിക്കൽ വരുന്നു, ഒരു ഉത്സവമാണത്. ശരിക്കും പറഞ്ഞാൽ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ആൾക്കാർക്ക് കേൾക്കുന്നത്. ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതൊരു ആവേശമായിട്ടാണ് ഓരോരുത്തർ എടുക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു, പോർച്ചുഗൽ. അങ്ങനെ സ്വന്തം ദേശീയത വിട്ട്, സ്വന്തം രാജ്യം എന്നുള്ളത് വിട്ടിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി കാണികളാണെങ്കിലും പോരാടുന്ന, കാണികളാണെങ്കിലും ആവേശം നിറയ്ക്കുന്നൊരു സമയമാണത്. അപ്പോൾ ഇത് പ്രത്യേക ഒരു ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആർക്കാണ് പ്രത്യേക ഒരു ടൈമാണത്. ഒരു മാസം വാട്ടെവർ ആ ഒരു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ലെങ്ത് എന്ന് പറഞ്ഞൊരു പ്രത്യേക തരത്തിലുള്ളതാണ്. എന്തായാലും ആ വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. 2030 ഇനി അടുത്ത വേൾഡ് കപ്പ്. ഓക്കെ, ഈ വേൾഡ് കപ്പിൻ്റെ ഗോൾഡൻ ബോൾ, ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ഗ്ലൗസ്, എമർജിംഗ് പ്ലെയർ, ആ ഒരു കാറ്റഗറിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നത്. 2022 ഈ കാറ്റഗറിയിലുള്ള വിന്നേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. വിന്നേഴ്സ് നമുക്കറിയാം, അർജന്റീനയാണ്. ഗോൾഡൻ ബോൾ നേടിയത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പയാണ്. പിന്നെ എമർജിംഗ് പ്ലെയർ എൻസോ ഫെർണാണ്ടസ്, അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് ആണ്. ഗോൾഡൻ ഗ്ലൗസ് കിട്ടിയത് എമിലിയാനോ മാർട്ടിനസ്, അർജന്റീനയുടെ ഗോൾ കീപ്പർ. അപ്പോൾ ചാമ്പ്യന്മാരായവർക്ക് തന്നെയാണ് ഗോൾഡൻ ബോളും ഗോൾഡൻ ഗ്ലൗവും എമർജിംഗ് പ്ലെയറും കിട്ടിയത്. അതിൽ മാറ്റം വന്നത് എംബാപ്പയുടെ കാര്യം മാത്രമേ ഉള്ളൂ. എംബാപ്പയാണ് ടോപ്പ് സ്കോറർ, അതുകൊണ്ട് എംബാപ്പയ്ക്ക് ഗോൾഡൻ ബോൾ കിട്ടി. തിരിച്ച് ഈ വേൾഡ് കപ്പിൽ വന്നപ്പോൾ ഫൈനൽ കളിച്ച 2 ടീം, ഒന്ന് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ 2022 ചാമ്പ്യന്മാരായ അർജന്റീനയും സ്പെയിനുമാണ് ഏറ്റുമുട്ടിയത്. സ്പെയിൻ ലോക കിരീടം നേടി. അങ്ങനെ കനക കിരീടം, ലോക കിരീടം സ്പെയിനിന് അർഹതപ്പെട്ടതാണ്. സ്പെയിൻ അത് നേടി. ഇനി ഗോൾഡൻ ബോൾ വന്നു കഴിഞ്ഞാൽ സാക്ഷാൽ ലയണൽ മെസ്സി ആകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഞാനും അതാണ് പ്രതീക്ഷിച്ചത്, ലയണൽ മെസ്സി ആകും. കാരണം 8 ഗോള്, 4 അസിസ്റ്റ്, ഇതിനൊക്കെ അപ്പുറമായിട്ട് എന്താ വേണ്ടതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഗോൾ അടിക്കുന്നവനും ഗോൾ അടിപ്പിക്കുന്നവരും എന്ന് പറഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യുന്നതും അതിനെ അസിസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഫുട്ബോൾ, എങ്ങനെ ഒരു കളി കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഒരു മൈതാനത്ത് ഒരു ടീമിനെ കൺട്രോൾ ചെയ്യാം, മറു ടീമിനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ആ ഫുട്ബോളിൻ്റെ ഫ്ലോ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഗോൾ അടിപ്പിക്കാതിരിക്കാം, മറു ടീമിനെ കൊണ്ട്, ഓപ്പോസിറ്റ് ടീമിനെ കൊണ്ട് എങ്ങനെ ഗോൾ അടിപ്പിക്കാതിരിക്കാം എന്ന് കളി മെനയുന്ന ഒരു വ്യക്തിക്കും ഈ ഗോൾഡൻ ബോൾ കൊടുക്കും എന്ന് അടിവരയിടുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. റോഡ്രിക്കാണ് ഗോൾഡൻ ബോൾ കിട്ടിയത്. അത് ഞാൻ ഞെട്ടിപ്പോയിരുന്നു. റോഡ്രിയോ? അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ റോഡ്രി എന്നുള്ള ചങ്ങായി നിൽക്കുന്നുണ്ടല്ലേ എന്ന്. അപ്പോഴാണ് റോഡ്രിക്കുള്ള സ്റ്റാറ്റിലേക്ക് നമ്മൾ പോകുന്നത്. ലയണൽ മെസ്സി 8 ഗോൾ അടിച്ചിട്ടുണ്ട്, 4 ഗോൾ അടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഗ്രേറ്റ്. പക്ഷേ റോഡ്രി എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹം ത്രൂ ഔട്ട് മത്സരം നോക്കുമ്പോൾ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനമുണ്ട്. പ്രത്യേകിച്ച് അവർ കളിച്ചത് പോർച്ചുഗലായിട്ടാണ്. 1-0 പോർച്ചുഗലായിട്ട് അവർ ജയിച്ചതെങ്കിലും അതിലൊരു കളി വരുന്നത് റോഡ്രിയാണ്. റോഡ്രി ഈ ത്രൂ ഔട്ട് വേൾഡ് കപ്പ് എഡിഷൻ നോക്കുമ്പോൾ ഒരു എഞ്ചിനായിട്ടാണ്, സ്പെയിൻ എഞ്ചിനായിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഈ സ്പെയിൻ വീഴ്ത്ത ടീമുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് പോർച്ചുഗലാണ്, ബെൽജിയാണ്. ഈ ബെൽജിയത്തിലാണ് ആദ്യമായിട്ടൊരു ഗോള് സ്പെയിൻ വഴങ്ങുന്നത്. ഉനൈ സിമോനെ മറികടന്നൊരു ഗോൾ വഴങ്ങുന്നത് ആദ്യമായിട്ടാണ്. ആ കളിയിലും ജയിച്ചു, 2-1 ജയിച്ചു. അതിലും എഞ്ചിനായിട്ട് പ്രവർത്തിച്ചത് ഒബ്വിയസ്ലി റോഡ്രി ആയിരിക്കും. പിന്നെ അവർ നേരിട്ട് സെമിഫൈനലിൽ കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് 2-0 ജയിച്ചത്. ഒലീസ എന്നുള്ളൊരു പ്ലെയറിനെ കൂട്ടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് എനിക്ക് തോന്നുന്നത് റോഡ്രി ആയിരിക്കും. പിന്നെ ഒരു ഫൈനൽ നേരിട്ടത് സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയെ. ഈ അർജന്റീനയെ മെസ്സിനെ പൂട്ടിയതിൽ പ്രധാനപ്പെട്ട പങ്ക് റോഡ്രി തന്നെയായിരിക്കും. ഇമാതിരി പ്രകടനം പോർച്ചുഗൽ, ബെൽജിയം, ഫ്രാൻസ്, അർജന്റീന, ഇമാതിരി ടീമുകൾക്കെതിരെ അവർ കളിച്ചൊരു കളി, അതിൽ എഞ്ചിനായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ റോഡ്രിയാണ്. ആ മാപ്പൊക്കെ നോക്കുകയാണെങ്കിൽ റോഡ്രി എല്ലായിടത്തും ഉണ്ട്. ഡിഫൻസിലും ഉണ്ട്, മിഡിലും ഉണ്ട്, അറ്റാക്കിങ്ങിലും, എല്ലാത്തിലും റോഡ്രിയുടെ ഒരു പങ്കാളിത്തരെ കാണാൻ പറ്റും. ഗ്രേറ്റ് പ്ലെയർ. എന്തായാലും ഡിസർവിങ് തന്നെയാണ്, മെസ്സിൻ ഡിസർവിങ് തന്നെയാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ റോഡ്രിയെ സമ്മതിച്ചേ പറ്റൂ, അല്ലാണ്ട് വേറെ നിർത്തിയില്ല. അപ്പോൾ ഗോൾഡൻ ബോൾ റോഡ്രിയിലേക്ക് പോയി. ഗോൾഡൻ ഗ്ലൗസ് ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങിയ ഈ വേൾഡ് കപ്പിൽ അത് ഉനൈ സിമോണാണ് ആ വിന്നർ. ഗോൾഡൻ ഗ്ലൗസ് കഴിഞ്ഞ പ്രാവശ്യം എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു, ഇപ്രാവശ്യം ഉനൈ സിമോൺ. അതിൽ ഉനൈ സിമോണിൻ്റെ മിടുക്ക് മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഡിഫൻസ് 4 പേര്, ലാപ്പോർട്ട, പിന്നെ കുബാർസി, പെഡ്രോ പോറോ, കുക്കുറയ, അവരും പിന്നെ റോഡ്രി, ഫാബിയൻ റൂയിസ് തുടങ്ങിയിട്ടുള്ള അവരെല്ലാവരും കൂട്ടിലൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ശ്രമമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഗോൾ പോസ്റ്റിന് മുന്നിൽ നടത്തിയ മികച്ച പ്രകടനം. ഒരൊറ്റ ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. ബാക്കി ടോട്ടൽ 8 കളി കഴിച്ചുകൊണ്ട് അവർ, അതിൽ 7 കളിയിൽ ക്ലീൻ ഷീറ്റ് മേടിച്ചല്ലോ. അതെന്തായാലും ലാപ്പോർട്ടയ്ക്കുള്ള അംഗീകാരം തന്നെയായിട്ടാണ്. അങ്ങനെ ലാപ്പോർട്ടയ്ക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് നിലയ്ക്ക് ഗോൾഡൻ ഗ്ലൗസ് കിട്ടും. എമർജിംഗ് പ്ലെയർ കുബാസ്, എന്താ പ്ലെയർ നോക്കി. കാരണം ഇത് ഞാൻ നേരത്തെ ഗോൾഡൻ ബോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എമർജിംഗ് പ്ലെയർ. ഓക്കെ, ഈ ഗോൾഡൻ ബോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോർച്ചുഗൽ, ബെൽജിയം, ഫ്രാൻസ്, അർജന്റീന. ഇത് നമ്മുടെ
ഗോൾഡൻ ഗ്ലോവ്സ് കിട്ടിയ നെയ്മറിനും ബാധകമായിരിക്കും കേട്ടോ. അവർ കളിച്ചൊക്കെ പോർച്ചുഗല്, ബെൽജിയം, ഫ്രാൻസ്, അതിൻ്റെ ഈ ടീംസൊക്കെ ആയിട്ട് കളിച്ചത്. അത് ബലകാക്കാന്ന് പറഞ്ഞാൽ ഗോളുകൾ കയറാതെ ഒരൊറ്റ ഗോൾ മാത്രമേ കയറിയിട്ടുള്ളൂ. ബാക്കിയൊന്നും കയറിയില്ല. അത്രയും ബലകാക്കണമെങ്കിൽ നെയ്മറിനെ ക്രെഡിറ്റ് കൊടുക്കണം. അതുപോലെ എമർജിംഗ് പ്ലെയർ കഴിഞ്ഞ പ്രാവശ്യം എമർജിംഗ് പ്ലെയർ എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു അർജന്റീനയുടെ. ഇപ്രാവശ്യം കുബാർസിയാണ്. ഡിഫൻസിനെ ഒരു കോട്ട പോലെ കാത്തു സൂക്ഷിച്ചത് കുബാർസിയുടെ പങ്ക് വലുതാണ്. ആൾക്ക് ആ ചങ്ങായിക്ക് വലിയ വയസ്സൊന്നുമില്ല, ചെറുപ്പക്കാരൻ, വളരെ പ്രായം കുറച്ച് ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ കോട്ട കാത്തു എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഗോൾ മാത്രമേ സ്പെയിൻ എൻറ്ററിൽ വഴങ്ങിയിട്ടുള്ളൂ. അപ്പം അതിന് ക്രെഡിറ്റ് എന്തായാലും കുബാർസി കിട്ടേണ്ടതുണ്ട്. കുബാർസി ലാപ്പോർട്ടോട് കൊടുത്തിരുന്ന സെൻട്രൽ ഡിഫൻസ് സ്ട്രോങ് ആക്കിയത് ആരെയൊക്കെ തടഞ്ഞേ? സാക്ഷാ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ പോർച്ചുഗലിനെ. ആ പോർച്ചുഗലിലെ ടീം സ്ട്രെങ്ത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോവും. ആ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനെ ബെൽജിയത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമേലു ലുക്കാക്കു, കെവിൻ ഡി ബ്രൂയിനൊക്കെ തുടങ്ങിയ ആ ബെൽജിയം ടീമിനെ തടഞ്ഞു. പിന്നെ സെമി ഫൈനലിൽ ഫ്രാൻസിൻ്റെ എംബാപ്പെ, ഒലീസെ, ബാർക്കോള, ഡെംബലെ തുടങ്ങിയ ആ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിംഗ് സൈഡിനെ തടുത്ത് നിർത്താൻ പറ്റി. ഫൈനലിൽ ഡെഫിനറ്റ്ലി സാക്ഷാ ലയണൽ മെസ്സിയുടെ അർജന്റീനയുടെ പ്ലേയേഴ്സിനെ പോലും തടഞ്ഞു നിർത്താൻ പറ്റി. മാതിരി പ്രകടനം കാഴ്ചവെച്ച കുബാസിക്ക് എല്ലാത്തിനും വേറെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇത് സംഭവം പോയിട്ടില്ലെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. എനിവേ അതിലൊരു കൗതുകം എനിക്ക് തോന്നിയത് 2022 ലോകകപ്പിലെ എമർജിംഗ് പ്ലെയർ ആയിരുന്ന എൻസോ ഫെർണാണ്ടസ് 2026 ഫൈനലിൽ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി. അതാണൊരു കൗതുകം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും വെച്ചെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ പറയാം. എനിവേ ഡിസർവിംഗ് ആയിട്ടുള്ള 4 പേർ എന്താ പറയുക, റോഡ്രി, ഗോൾഡൻ ബോൾ, എംബാപ്പെ. പറയുമ്പോൾ ഇതിൽ ഒരു മാറ്റവും വരാത്തത് ഈ ചെന്നൈക്ക് മാത്രം. എംബാപ്പെ 2022 ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് എംബാപ്പെ, ഇപ്രാവശ്യവും ഗോൾഡൻ ബൂട്ട് എംബാപ്പെ. സെമി ഫൈനലിലും ഫൈനലിലും മെസ്സിക്ക് ഗോൾ അടിക്കാൻ പറ്റിയിരുന്നില്ല. അത് കാരണം കൊണ്ടും പിന്നെ എംബാപ്പെ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 2 ഗോൾ അടിച്ചത് കൊണ്ടും എംബാപ്പയ്ക്ക് ഒരു മാറ്റമില്ലാതെ ഗോൾഡൻ ബൂട്ട്. അതാണ് ഇതിൽ ഒരു മാറ്റമില്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന കാര്യം. അല്ലാണ്ട് ബാക്കിയെല്ലാം ഓൾ സിമോൺ, പിന്നെ റോഡ്രി ഡെഫിനറ്റ്ലി, കുബാർസി ഡെഫിനറ്റ്ലി. എന്തായാലും നമ്മുടെ ഫ്രാൻസ് എംബാപ്പെ ഒഴിച്ച് ബാക്കിയെല്ലാം പോയിരിക്കുന്നത് സ്പെയിനിലാണ്. ഡിസർവിംഗ് ആയിട്ട് അവരത് അർഹിക്കുന്നു.